Hello. Hi guys, ഹലോ Hello. ഹലോ ഗൈസ്. what's up? ഇവനുമില്ലായിരുന്നു സുഖം. സുഖം. Ah, so എന്തിനായിരുന്നു മീറ്റിംഗ് വിളിച്ചത്? മീറ്റിംഗ് എന്ന് വെച്ചാൽ നല്ല ഞങ്ങളുടെ ചോദ്യം. രണ്ട് അടുത്ത ചോദ്യം, എടാ പറയടാ റാംബോ. എന്തിനാ മീറ്റിംഗ് വിളിച്ചു? പട്ടിയെ തല്ലുന്ന പോലെ അവരെ ബ്രോ, തല്ലേ. തുടക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ എടാ എനിക്ക് റാംബോ സംസാരിക്കട്ടെ. അച്ഛനെ എടാ, നിങ്ങളുടെ റേഡിയോ ഒന്ന് silent ആക്കിയെടാ, റേഡിയോ ഒന്ന് silent ആള് ആക്കിയെടാ. വന്നില്ലായിരുന്നോ? എന്നാലും അവരെ ബൈക്കില് തല്ലണ്ടായിരുന്നിട്ട് എന്ത് ക്രൂരനാ. അതായിരുന്നു. രണ്ടുപേര് അല്ല ബൈക്കില് ബ്രോ, വന്ന് അത് നമുക്ക് സംസാരിക്കാം. അല്ല, ഇപ്പൊ മോയില് മീറ്റിംഗ് എന്തിനാ ചോദിച്ചേട്ടാ. വിളിച്ചെന്ന് പറ. എടാ അടുത്തവൻ ബ്രോ അതിന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പത്തെ പോയിച്ചേ ഇപ്പോഴത്തെ എടാ, സിറ്റുവേഷന് റാംബോ. അതിന് മുന്നേ എന്തായിരുന്നു സിറ്റുവേഷൻ? അല്ല ഞങ്ങൾ വിളിക്കാൻ അതിനു മുമ്പ് കാരണം എന്റെ വേറൊന്നുമല്ല പറഞ്ഞില്ല. ബ്രോ. നമ്മള് ഓർമ്മയില്ലേ? ഞാൻ ഓർമ്മപ്പെടുത്തി. അല്ല പറയും. എന്ന് ഓർമ്മപ്പെടുത്താതെ ബ്രോ റാംബോ പറഞ്ഞ് ഞങ്ങളുടെ രണ്ട് പ്ലേയേഴ്സിനെ അല്ല രണ്ട് മെമ്പേഴ്സിനെ ആദ്യം നിങ്ങൾ ഡൗൺ ആക്കിയെന്ന് പറഞ്ഞ്. അതല്ലടാ, ഇത് നിങ്ങൾ ആദ്യം ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു കാര്യം ഇല്ലാണ്ടല്ല ഡൗൺ ആക്കിയത്. ഡൗൺ ആക്കിയതിന്റെ റീസൺ നിങ്ങൾക്ക് അറിയേണ്ട എന്തിനാണ്? ഇന്നലെ നിങ്ങളെ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ലീഡർ നല്ല രീതിക്ക് തെറിയും വിളിച്ചിട്ട് ഇറങ്ങിപ്പോയത്. നമ്മൾ അവനെ തപ്പിയാണ് അതല്ല വന്നത്. ബ്രോ. അതിന് മുന്നത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. യവമാര് പൃഥ്വിയും കൊച്ചാപ്പിയും അവിടെ വന്നിട്ട് ഒരു എക്കോ അടിക്കും. അവിടെ ഞെക്കി പിടിക്കല്ലേ. ഇന്നലെ അവിടെ വന്നായിരുന്നു. മുതുക്കിൽ വന്നതിന് ശേഷം യവമാര് വണ്ടികൾ ഇവിടെ കിടക്കുന്നത് കത്തലാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു വെള്ള മുടിയുള്ള ഒരു പയ്യൻ ഇപ്പൊ ഇവിടെ ഇല്ലെന്നാ തോന്നുന്നത്. വെള്ള മുടിയുള്ള ഒരു പയ്യൻ ഇറങ്ങിയിട്ട് നീയൊക്കെ കത്തിക്കലാന്ന് പറഞ്ഞിട്ട് അങ്ങ് ട്രിഗർ ആവുമായിരുന്നു അവിടെ വെച്ചിട്ട്. ബ്രോ സിറ്റുവേഷൻ അങ്ങനെ അല്ലായിരുന്നത്. ആ പറയും. ബ്രോ അവരങ്ങനല്ല ബ്രോ ചോദിച്ചേ. എങ്ങനെയാ? അവര് ഈ വണ്ടി എന്താ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നത്, അതായത് നിരത്തിയിട്ടേക്കുന്നത് കത്തിക്കാനാണോ വെച്ചേക്കുന്നത് എന്നാണ് ചോദിച്ചേ. അവിടെ ബ്രോ ഞാൻ പറയാം. ബ്രോ സംഭവം വെച്ചാൽ ഞാനും കൊച്ചപ്പി ആയിരുന്നു അവിടെ ബൈക്കിൽ വന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾ മറ്റേ വണ്ടി ഇങ്ങനെ കുറെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ ഓക്കെ ഇല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾ നിരത്തിയിട്ടപ്പോ ഞങ്ങള് മറ്റേ മുതുക്കി വന്ന് കേറിയതേ ഉള്ളൂ. അപ്പൊ ആ ഒരു ടൈമില് ഒരുമാതിരി നല്ല കത്തലുണ്ടായിരുന്നു, ഒരു ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ നിങ്ങളെ മെമ്പർ ഏതോ ഒരു മെമ്പറിനോട് ഞാൻ ചോദിച്ചു, ബ്രോ എന്തിനാ വണ്ടി ഇങ്ങനെ നിരത്തിയിട്ടേക്കണേ? നല്ല എന്നോടാ ചോദിച്ചത്. അപ്പൊ ബ്രോനോടാണ് ചോദിച്ചത്, എന്തിനാണ് വണ്ടി നിരത്തിയിട്ടേക്കണേ, ഭയങ്കര കത്തലുണ്ട്, ഇങ്ങനെ കത്തിക്കാൻ വേണ്ടിയാണോ ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചത്. അപ്പൊ ബ്രോയിന്റെ എന്നോട് സംസാരിച്ച ആള് മര്യാദയ്ക്കാ സംസാരിച്ചത്. എന്നോട് സംസാരിച്ച ആള് എന്നോട് പറഞ്ഞത്, ഇല്ല ബ്രോ നമ്മള് ഇങ്ങനെ ചുമ്മാ ഇട്ടേക്കുക എന്ന് പറഞ്ഞ എന്നോട് മര്യാദയ്ക്കാ സംസാരിച്ചത്. പക്ഷെ അതിന് ശേഷം അതിന്റെ ബാക്കിൽ നിന്ന് ഏതോ ഒരുത്തൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരുമാതിരി ബാഡ് വർത്താനം പറഞ്ഞു. അവൻ വന്നിട്ട് പറഞ്ഞത് എന്തോ നിനക്ക് കത്തിക്കണോ, നീ എന്നാ വന്നത് കത്തിച്ച് കാണിക്ക്, ഇങ്ങനെയായിരുന്നു അവന്റെ ടോക്ക്. നിങ്ങളും കേട്ടതാ. പക്ഷെ ബ്രോ, നമ്മള് തെറിവിളി നമ്മുടെ ഭാഗത്തു നിന്നല്ല തുടക്കം. തെരുവിളി ആരാ തുടങ്ങിയ? നിങ്ങള് പൃഥ്വി ബ്രോയാണ് എന്താ തുടങ്ങിയത്. ആരാ പറഞ്ഞ? ഞാനാ വൃത്തി പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞു? ബ്രോയല്ലേ പി വെച്ചിട്ടൊരു വാക്ക് ഞാൻ തുടങ്ങിയത് എന്താ ബ്രോ പറഞ്ഞെന്ന് പറഞ്ഞു? പി വെച്ചിട്ടൊരു വാക്ക് ബ്രോ പറഞ്ഞായിരുന്നു. പി എന്താ ബ്രോ ഞാൻ പറഞ്ഞെന്ന് കേക്കട്ടെ. POV എടുത്ത് നോക്കേണ്ടി വരും, എനിക്ക് ഓർമ്മ. പറഞ്ഞോ കുഴപ്പമില്ല, പറഞ്ഞോ ബ്രോ. എന്റെ POV അല്ലടാ, നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഇറങ്ങി അല്ല പറയും. നിങ്ങൾ പറഞ്ഞോ, എന്താന്ന് പറയും. കുഴപ്പമില്ലെന്ന് പറഞ്ഞോ. വൃത്തി വിളിച്ച് എന്താന്ന് പറയും. നിങ്ങളിലുള്ള ആർക്കെങ്കിലും ഇറങ്ങി. എന്താ വിളിച്ചെന്ന് പറ. പാണ്ട, ആ വാക്ക് ഓർമ്മ വേണ്ട. പാണ്ടേ? ഞാൻ എന്തിനാ പാണ്ടാന്നൊക്കെ പറയണേ? അല്ല ഇവിടെ പറഞ്ഞു. ഓ അങ്ങനെ പറ. ബ്രോ പി വെച്ച് പൊലയാടി മോനെയാണ് എന്തോ പറഞ്ഞു ബ്രോ. ഈ പൊലയാടി മോനെന്ന് വിളിച്ചത് നിങ്ങളുടെ ഗ്യാങ് ലീഡറാണ്, അല്ല ബ്രോ, സുകുമാരക്കുറുപ്പ്. അത് കഴിഞ്ഞിട്ടാണ് അവൻ ഇങ്ങോട്ട് വിളിച്ചപ്പോഴാണ് എന്നിട്ട് ഞാൻ തിരിച്ചൊന്നും വിളിച്ചിട്ടില്ല. നമ്മുടെ ഫുള്ള് POV ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളല്ല നമ്മുടെ ഇല്ലെന്നാണോ ഈ പറഞ്ഞത്? ബ്രോ ആദ്യം ബ്രോ വിളിച്ചപ്പോഴാണ് ഞങ്ങളുടെ ലീഡർ ട്രിഗർ ആയത്. നിങ്ങൾ ട്രിഗർ ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മാക്സ് ഒഴിവാവാൻ നോക്കിയതാ. ഞാൻ പറഞ്ഞു, ആ വെള്ളമുടിയോട് ഞാൻ പറഞ്ഞതാ, ഞാൻ എന്തോ പറഞ്ഞത് നീ ശരിക്കും കേട്ടോ, നീ ക്ലിയർ ആയിട്ട് കേട്ടോ. എന്നിട്ടും അവൻ റോങ് അടിക്കുക, നീ എന്നാ കത്തിച്ച് കാണിക്കും. അപ്പോഴാണ് ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ ആള് വന്നിട്ട് പെലയാടി മോനെ എന്നൊക്കെ വിളിക്കുന്നത്. അല്ലാതെ ഞാൻ അവിടെ തെറി വിളിച്ചിട്ടില്ല, മനസ്സിലായോ? ബ്രോ നിങ്ങളുടെ സൈഡിൽ നിന്ന് ആദ്യം വന്നത് അവിടെ. നമ്മുടെ സൈഡിൽ നിന്ന് ഒന്നും വന്നിട്ടില്ല, നീ അതൊന്നും പറയണ്ട. നമ്മുടെ സൈഡിൽ നിന്ന് ഒന്നും വന്നിട്ടില്ല, മനസ്സിലായോ? ട്രിഗർ ആയത് നമ്മളാണെങ്കിലും, പക്ഷെ തെറിവിളി വന്നത് നിങ്ങളുടെ സൈഡിൽ. തെറിവിളി ഇവിടെ നമ്മളെ വിളിച്ചിട്ടില്ല, നിങ്ങളുടെ ഗ്യാങ് ലീഡർ ആണ് വിളിച്ചേക്കണേ. നിങ്ങളുടെ ഗ്യാങ് ലീഡർ തെറി വിളിച്ചിട്ട് പോലും ഞങ്ങള് വിളിച്ചിട്ടില്ല. നിങ്ങൾ വിളിച്ചിട്ട് പോലും ഞങ്ങള് വിളിച്ചിട്ടില്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം. POV ഞാൻ കണ്ടതാണ്. അവന്റെ ഒരു POV അല്ല, ഞാൻ കണ്ടായിരുന്നു സിറ്റുവേഷൻ. നീ പറഞ്ഞ ഞാൻ എന്തോ വിളിച്ചെന്ന് പറ. അതില് എനിക്ക് ഉണ്ട് ആ സമയത്ത്. എന്റെ POV ഉണ്ട്, എടുക്കട്ടെ? ചുമ്മാ
ബ്രോയുടെ ഭാഗത്തു നിന്നാണ് തെറിവിളി തുടങ്ങിയത്. എന്റെ പൊന്നു ബ്രോ, ഇവിടെ ഞാൻ തെറി വിളിച്ചിട്ടില്ല, എനിക്കറിയാം. മനസ്സിലായോ? ഇതാ വീണ്ടും ഓസിയാന്ന്. ഇവിടെ ഞാനല്ല തുടങ്ങിയെന്ന് എനിക്കറിയാം. നമുക്ക് അടിച്ചു തീർക്കാം. നിങ്ങൾക്ക് വല്ല അടിക്കാനുണ്ടെങ്കിൽ അത് അങ്ങനെ പറയാം. മനസ്സിലായോ? ഓക്കെ, സിറ്റുവേഷൻ എടുക്കാനുണ്ടെങ്കിൽ പറയേ, സിറ്റുവേഷൻ എടുക്കാനുണ്ടെങ്കിൽ വല്ല നിലവാരമുള്ള വള്ളി പിടിച്ചിട്ട് പോവാം. എന്തായാലും ഞാൻ നമ്മളിലുള്ള ബാക്കി മെമ്പേഴ്സ് അവിടെ എത്തിയ സമയത്ത് ഇവൻ തെറിയൊന്നും വിളിക്കുന്നുണ്ടായിരുന്നില്ല. ബാക്കി നിങ്ങളുടെ ലീഡറും കുറച്ചു പേരൊക്കെ നല്ല റേസ് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ബ്രോ അവിടെ വെച്ചിട്ട്. ഈ പുള്ളി ആദ്യം ട്രിഗർ ചെയ്തതാണ് തെറി വിളിച്ച്. എടാ ഇല്ല ഇവൻ ട്രിഗർ ചെയ്തെന്ന് പറയണ്ട. അവിടെ എത്ര പേര് നിന്ന് കണ്ടോണ്ടിരുന്നറിയോ ബ്രോ? പുള്ളി എന്താ നിങ്ങളെ ട്രിഗർ ചെയ്ത് എന്ത് തെറിയാ വിളിച്ചത്? വെയിലാട്ടാ. അല്ല കിട്ടി അതല്ല ഞാൻ നോക്കിയതാ. അതല്ല ബ്രോ അവിടെ ട്രിഗർ ആയി. അല്ല നമ്മളും ട്രിഗർ ആയി, അതൊക്കെ ട്രിഗർ ആയതിന്റെ കൂടെ തന്നെ ബ്രോ വിളിക്കണത് നിന്നോട് ആരും ചോദിച്ചാ കഴിവേറി എന്നൊരു വാക്ക് ബ്രോ അവിടെ പറഞ്ഞു. ബ്രോ അതാണോ ആദ്യം പറഞ്ഞത്? ഞാനല്ല ബ്രോ പൃഥ്വി അതല്ല ബ്രോ അതാണോ ആദ്യം ഇവിടെ പറഞ്ഞത്? ഞാൻ എന്ത് വിളിച്ചെന്ന് ആദ്യം പറഞ്ഞത്? പി പി. എന്നിട്ട് ഇപ്പൊ എന്തോ ഈ കായ? അത് ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തപ്പോഴല്ലേ. ഓ ഭയങ്കര പിന്നെ ലീഡർ തെറിയായി, പിന്നെ നിങ്ങൾ രണ്ടും തെറിയായി. ഞാൻ വിളിച്ചിട്ടില്ല. അവിടെ ഇല്ല ബ്രോ വിളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലീഡർ തന്നെ പലതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നിട്ട് മിണ്ടാതിരിക്കുക. ബ്രോ എനിക്ക് ഇവിടെ വന്നിട്ട് തെരുവിളിക്കാനല്ല പരിപാടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരും ബ്രോനെ വിളിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളാരും വിളിച്ചിട്ടില്ല. അതെനിക്ക് ഓക്കെ. ഞാൻ ലീഡറുടെ കാര്യം പറയണേ. അല്ല നമ്മൾ അന്നേരം മാക്സിമം സോൾവ് ചെയ്യാക്കുമ്പോ അവർ നിങ്ങൾ രണ്ടും ഭയങ്കര റേസ് ആണ് അവിടെ. നിങ്ങളുടെ ലീഡർ മിണ്ടായിരിക്കണ്ടേ? നിങ്ങളുടെ മാക്സിമം സോൾവ് ചെയ്യാൻ നോക്കുമ്പോ അവിടെ ഭയങ്കര റേസ് ആണ് അവിടെ. രണ്ടുപേരും പറഞ്ഞാ കേൾക്കണില്ല. അല്ല എന്നിട്ട് ഇന്ന് പുള്ളി എവിടെ പോയി? ഇന്നലെ തെറി വിളിച്ച പുള്ളി ഇന്ന് എവിടെ പോയി? ബിസിനസ് പുറത്ത് ഇഷ്യൂസ് ആയിട്ട് പോയിരിക്കാം. എന്തായാലും ഇപ്പൊ തീർക്കാം, അടിച്ചു തീർക്കാം. എങ്ങനെ സുലൈമാനെ പറ. പിന്നെ ആ വൈറ്റ് കയറില്ലേ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് പറയണം എന്താണ് പറയുന്നത് കേട്ടിട്ട് എന്ന് സിറ്റുവേഷൻ എടുക്കാൻ പറയണം. വെറുതെ കയറി എല്ലാവരുടെ അടുത്തും ട്രിഗർ ആവരുതെന്ന് പറയണം. എന്താ നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞു എന്തോ പുതിയ പയ്യനാണ് ബ്രോ. ഇതിപ്പോ നിങ്ങൾക്ക് അടിച്ചു തീർക്കണോ? അല്ല നിങ്ങളോട് ചോദിക്കുന്നത് ഇപ്പൊ പ്രീവാർ നമ്മുടെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് അടിച്ചു തീർക്കണോ അതോ ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്യണോ? എന്താണ് നിങ്ങള് തീരുമാനം? എന്താണ് ആവശ്യമില്ലാണ്ട് നമ്മളുള്ളത് വെച്ച് നമ്മള് വിളിച്ചോളാം, പ്രശ്നമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര മിനിറ്റ് പറയാവോ? ഒരു ആള് 13 പേരേ ഉള്ളൂ അല്ലേ? ഇപ്പം 12:15 വരെ നമുക്ക് കാത്തിരിക്കാം. 12:15 നിങ്ങൾ വാർ വിളിക്കുകയാണെങ്കിൽ നമുക്ക് വാർ കളിക്കാം. 13-14. ഓക്കെ എന്നാ ശരി. പിന്നെ ഇത് കഴിയുമ്പോ ഇതും പേര് നമ്മൾ ആരും ഇല്ല, അത് നമ്മള് പ്രീവാറിൽ തന്നെ തീർത്തിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ പറഞ്ഞായിരുന്നു എന്താണ് സോണിന്റെ പുറത്തിറങ്ങാൻ വണ്ടി ധൈര്യം ഉണ്ടെങ്കിൽ കത്തിക്കിടാന്ന് പറഞ്ഞെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞായിരുന്നു. വാറ് കഴിഞ്ഞിട്ട് അതായത് ഇത്ര ഉള്ളടാ. നിങ്ങൾ ഇന്നലെ പറഞ്ഞ ഡയലോഗിനാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വന്ന സിറ്റുവേഷൻ. നിങ്ങൾ വണ്ടി കത്തിക്കുന്ന കേസ് പറഞ്ഞു, നമ്മളത് വണ്ടി കത്തിച്ച് നടത്തിയിരുന്നു. അല്ല അപ്പൊ ബ്രോ എല്ലാത്തിന്റെ ഒരു ഭാഗല്ലേ, അപ്പൊ അതൊക്കെ നടക്കട്ടെ. അത്രേ ഉള്ളൂ. ഓക്കെ എന്നാ ശരി. മറക്കല്ലേ. നമ്മളല്ല എടാ ഞാനല്ല ആ ഒരു വണ്ടിയെ നമ്മൾ ഇതുവരെ അടിച്ചിട്ടില്ല, അതിനങ്ങ് അടിച്ച് ഫിനിഷ് ചെയ്ത് വിട്ടേ. കേറാ പ്രത്യേക മോനെ തിരിച്ചു കയറാ. ലിയോ ഇതിന്റെ ബാക്കിലാണുണ്ടോ? എന്നാ ഈ ഒരൊറ്റ വണ്ടിയുണ്ടോ? ഇതിനങ്ങ് അടിച്ച് ആരെങ്കിലും ഇറങ്ങി അടിച്ച് നമ്മള് പെട്ടു അടിച്ചു ഫിനിഷ് ചെയ്ത് വിടും. മറ്റേമാരുടെ ചൂടുള്ളമാരൊക്കെ ഇല്ലേ വണ്ടിക്കകത്ത്? പ്രത്യേക
ഈ വണ്ടി പോവല്ലേ എടാ പൃഥ്വി ഡൗൺ ആണോ? ഭീകര ഡൗൺ. എടാ കുഴപ്പമില്ല. ഒരു വണ്ടി ഇവിടെ അതെ ഒരു വണ്ടി എടാ എന്ത് കളയാണ്? ഇറങ്ങി ഇറങ്ങി അടിച്ചു ഒരാളല്ലേ വണ്ടി എടാ അവനെ അടിച്ചിട്ട് മറ്റേ തള്ളിയിട്ടിട്ട് അടിക്കായിരുന്നു. Never mind. He's down. Come guys, let's go. Anyway, W bro, thank you. വൈറ്റ്ലിസ്റ്റ് വർക്കുന്ന പോലെ കളിക്കാൻ പറ്റില്ല. അവരുടെ ആക്ഷൻസും എല്ലാം കഴിഞ്ഞ് ഇനിയും ബാനും കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും അവർക്ക് ഇനി കയറാൻ പറ്റുന്നത്. 563-1440 KPH TPA തീർന്നാണല്ലോ എപ്പോഴും ബ്രോ. ഇന്ന് മച്ചാനെ ലൈവ് നിർത്തി. ഹലോ രണ്ടുപേരിലും ഒരാൾ ഹെൽപ്പ് നോക്കണേ. ക്യാപ്റ്റൻ കുഞ്ചുവിന്റെ ഹെൽപ്പ് നോക്കണേ. (906-1499) പിന്നെ 65 3 പേരുണ്ട്. ലാസ്റ്റ് ഡൗൺ ഇവിടെ ഉണ്ട് 8 KB അവിടെ ഉണ്ട്. അതെ 1282 1638 1460 എല്ലാ AG അല്ലേ? എല്ലാ AG 500 AG 1389